2025 നന്ദി. ബൈക്കിൽ ലോങ് റൈഡ് പോകാൻ വലിയ ധൈര്യമൊന്നുമില്ലാത്ത ഒരു കപ്പിള് ഒന്ന് മധുരൈ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു തുടങ്ങിയ യാത്ര പിന്നീട് അവസാനിച്ചത് തഞ്ചാവൂരും മധുരയും പോണ്ടിച്ചേരിയും ബാംഗ്ലൂരും കടന്ന് മൈസൂർ വഴി വയനാട്ടിലാണ്. ഇന്ന് ഞങ്ങൾ നടത്തിയ ഒറ്റ മൈൻഡ് സൗത്ത് ഇന്ത്യൻ യാത്രയുടെ അവസാനത്തെ വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. മൈസൂരിലെ കാഴ്ചകൾ കാണാം. തലേന്ന് രാത്രി 10 മണിയോടെ കസിനായിട്ടുള്ള ഷരുവേട്ടൻ്റെ ഫ്ലാറ്റിലെത്തിയ ഞങ്ങൾ ഒരു 11 മണി വരെ സുഖമായിട്ട് ഉറങ്ങിയ ശേഷം പയ്യെ എണീച്ച് മൈസൂരിലെ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി. ചെറുപ്പത്തിൽ പലതവണ ഞാൻ ഒറ്റയ്ക്കും അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കും മൈസൂർ കറങ്ങിയിട്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മൈസൂരിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. മൈസൂരിലെ പാലസും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ കണ്ടതായതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ആദ്യം പോയത് വേൾഡ് ഓഫ് മൈസൂർ പാർക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു പുതിയ ലോകത്തേക്കാണ്. മൈസൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് മൈസൂർ പാക്ക് തന്നെയാണല്ലോ. ഏതൊരു സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ സ്പെഷ്യൽ ഭക്ഷണം തേടിപ്പോകുന്ന ഞങ്ങൾ മൈസൂർ പാക്കിൻ്റെ ഉത്ഭവസ്ഥാനത്തെത്താൻ വേണ്ടി ശ്രമിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഈ എത്തിയിരിക്കുന്ന സ്ഥലം മൈസൂർ പാക്കിൻ്റെ ഉത്ഭവസ്ഥാനം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇന്ന് മൈസൂർ പാക്കിനെ ലോകമറിയുന്ന ഒരു സ്വീറ്റായി കണക്കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ ഇത്. മൈസൂർ പാക്കിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടവും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ് വേൾഡ് ഓഫ് മൈസൂർ പാക്ക്. ഇവർ ചെയ്യുന്ന ഓരോ പ്രോസസ്സും കണ്ടു നിൽക്കാൻ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഒരു ചില്ലുകൂടിനപ്പുറം നമ്മൾ നിൽക്കുകയാണെങ്കിലും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ചെയ്യുന്ന പ്രോസസ്സിൽ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് അവരുണ്ടാക്കുന്നത്. ഈ വേൾഡ് ഓഫ് മൈസൂർ പാക്കിലേക്ക് കയറുന്ന സമയത്ത് ഒരു വെറൈറ്റി മൈസൂർ പാക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാനതേ കണ്ടിട്ടുള്ളൂ, കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുട്ടി മാവ ഞാൻ ഞെട്ടി മാവ എന്നുള്ള അവസ്ഥയായിപ്പോയി. മാംഗോ മൈസൂർ പാക്ക്, ചോക്ലേറ്റ് മൈസൂർ പാക്ക്, ക്യാരറ്റ് മൈസൂർ പാക്ക്, ജാക്ക് ഫ്രൂട്ട് മൈസൂർ പാക്ക്, ഗീ മൈസൂർ പാക്ക്, അങ്ങനെ നീണ്ടു കിടക്കുക ലിസ്റ്റ്. ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം വന്നില്ലേ? ഇപ്പം ഈ പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ മൈസൂർ പാക്ക് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ചോക്ലേറ്റ്സും മിച്ചറും നട്ട്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് വേറെ അവിടെ ഉണ്ട്. ഇനി 1-2 വെറൈറ്റി മൈസൂർ പാക്ക് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിലും വാങ്ങുന്നതിന് മുൻപ് ഒരുവിധം എല്ലാ മൈസൂർ പാക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എങ്ങനെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഒരു കാലത്ത് മൈസൂരിലെ ഒരു രാജാവിൻ്റെ അടുക്കളയിൽ പറ്റിയിട്ടുള്ള ചെറിയൊരു പിഴവാണ് ഇന്ന് നമ്മളൊക്കെ ഇഷ്ടം പോലെ സ്വാദോടെ കഴിക്കുന്ന മൈസൂർ പാക്ക് എന്നൊരു വിഭവത്തിന് കാരണമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ ഒരു തെറ്റിൻ്റെ പേരാണ് കേട്ടോ മൈസൂർ പാക്ക് എന്ന് പറയുന്നത്. അതായത് അന്ന് കടലമാവും പഞ്ചസാരയും നെയ്യും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു മധുര പലഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അളവ് നൈസായിട്ടൊന്ന് തെറ്റിപ്പോയപ്പോൾ ഉണ്ടായി വന്ന പലഹാര രൂപത്തിന് അന്നത്തെ രാജാവിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ടിട്ട പേരാണ് മൈസൂർ പാക്ക്. എന്താല്ലേ? അങ്ങനെ അവിടുന്ന് മൈസൂർ പാക്കിൻ്റെ കഥയും സ്വാദും അറിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് മൈസൂർ ചാമുണ്ടി ഹിൽസ് റോഡിലുള്ള ഗൗരി സാൻഡ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. സാൻഡ് ആർട്ടിസ്റ്റായ ഗൗരി എന്നൊരു പെൺകുട്ടിയുടെ കീഴിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ശില്പങ്ങളടങ്ങിയ ഒരു മ്യൂസിയമാണ് കേട്ടോ ഈ ഒരു സാൻഡ് മ്യൂസിയം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും മണലും വെള്ളവും ഒക്കെ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏകദേശം 150ഓളം ശില്പങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഓരോന്നും കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. മൈസൂരിലെ ചാമുണ്ടി മലയുടെ താഴ്വാരത്ത് മണൽക്കണങ്ങൾ കൊണ്ട് കഥ പറയുന്ന ഈ സാൻഡ് മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് മ്യൂസിയം എന്നറിയപ്പെടുന്നത്. 15 അടി ഉയരമുള്ള ഗണപതി രൂപവും പുരാതന കാലവും മഹാഭാരത യുദ്ധവും ഹൊറർ വേർഡും ഒക്കെ ഈ ഒരു മണൽത്തരിയിൽ കൊണ്ട് സൃഷ്ടിച്ചു എന്നത് ആ ഒരു കലാകാരിയുടെ കഴിവിനെ എടുത്തു കാണിക്കുന്നത് തന്നെയാണ്. മനുഷ്യപ്രണയവും ഹൊറർ വേൾഡും കൾച്ചറും മാത്രമല്ല, കുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളും ഇവിടെയുണ്ട്. പല കാർട്ടൂണിലെയും കഥാപാത്രങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. ദേ കണ്ടില്ലേ, ടോമാഞ്ചറിയും മിക്കി മൗസും ഒക്കെ ഓടിക്കളിക്കുന്ന മണൽ രൂപങ്ങൾ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മൈസൂർ പാലസിനടുത്തുള്ള ദേവരാജ മാർക്കറ്റിൻ്റെ പരിസരത്തേക്കാണ് കേട്ടോ. അവിടെയാണ് പ്രശസ്തമായ
ഗുരു സ്വീറ്റ് മാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതാണ് മൈസൂർ പാക്കിൻ്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. 1954 നമ്മുടെ മൈസൂർ പാക്ക് കണ്ടുപിടിച്ച കക്സുര മാടപ്പയുടെ മകനായിട്ടുള്ള ബാസവണ്ണ എന്ന ആളാണ് ഈ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് മൈസൂർ പാക്ക് വാങ്ങിയിട്ടോ. ഗണേശ ചതുർത്ഥി കഴിഞ്ഞ് മൈസൂർ ദസറയൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ടാവണം ഇവിടെയൊക്കെ അലങ്കാര പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ദേവരാജ മാർക്കറ്റിലേക്ക് കയറി ചെന്നു. ദസറയോടടുപ്പിച്ച് നല്ല തിക്കും തിരക്കും നിറഞ്ഞ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റാളുകളും കുപ്പിവളകളും പൂവുകളും മറ്റു പല സാധനങ്ങളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരവേട്ടനും അഞ്ജനേച്ചിയൊക്കെ എല്ലാ പ്രാവശ്യവും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ മാർക്കറ്റിലേക്ക് വരാറുണ്ട് എന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും ശരിക്കും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു അത്ഭുത ലോകം തന്നെയാണ് ഈ പൂ മാർക്കറ്റ്. എത്ര പൂക്കളാ ഇവിടെ ഉള്ളതെന്നും എത്ര പേരാണ് ഇത് സെല് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതെന്നും ഒരു ഐഡിയ ഇല്ല. ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോണ്ടേന്ന് പോലും മനസ്സിലാവില്ല. അത്രയും കുഞ്ഞി കുഞ്ഞി കടകളാണല്ലേ. അതിനുള്ളിൽ കൂടെ നടക്കും തോറും എല്ലാ ഭാഗത്തുനിന്നും പൂക്കളുടെ മണം വന്നിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു ഫീലാണ്. ബാംഗ്ലൂർ പോയിട്ട് ഫ്ലവർ മാർക്കറ്റ് കണ്ടില്ല എന്നുള്ള വിഷമം അങ്ങ് മാറിക്കിട്ടി. അങ്ങനെ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തിയമ്പോഴേക്ക് ഏകദേശം 3 മണിയാവാനായി. പിന്നെ ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിച്ച് അധികം വൈകാതെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. അധികം രാത്രിയാവുന്നതിന് മുമ്പേ നമുക്ക് ആ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. അങ്ങനെ ഏകദേശം 6-7 ദിവസത്തോളം നീളുന്ന ഒരു സൗത്ത് ഇന്ത്യൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്താൻ പോവാണ്. ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് പാഠങ്ങളും. ഇനി മുന്നോട്ടുള്ള ഓരോ യാത്രയ്ക്കും ഞങ്ങൾ കണ്ടുവെക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചൊരു യാത്ര കൂടിയാണിത്. അങ്ങനെ 2015 ഒരു യാത്ര കൂടി അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ പോയിടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചേരാനാവാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മധുരൈ, തഞ്ചാവൂർ പോലെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ഓർമ്മകൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇനിയും വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരിക്കൽ കൂടി എത്തിച്ചേരാമെന്ന വാക്കുകൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. തിരിച്ചു നാട്ടിലേക്കുള്ള യാത്രയിൽ ഗുണ്ടൽപേട്ടയിൽ എത്തിയപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്തത് സൂര്യകാന്തി തോട്ടങ്ങളും സൂര്യാസ്തമയത്തിനുമൊപ്പം ചെറിയൊരു ചാറ്റൽ മഴയും കൂടിയായിരുന്നു. അങ്ങനെ കോട്ടൊക്കെ ഇട്ട് ആ ഫോറസ്റ്റിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ച് മുന്നോട്ടെത്തുമ്പോഴും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് യാത്രകളും മനസ്സിൽ കുറിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത യാത്രകളുടെ ഒരു വർഷമായി മാറട്ടെ 2026 എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് യാത്രാനുഭവങ്ങളുമായി ആരോഗ്യയോടൊപ്പം നിങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബൈ ഫ്രം ആരോഗ്യ സ്റ്റോറീസ്.